ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, പരിശുദ്ധാത്മാവിൻ്റെ നദിയെ പറ്റിയുള്ള പവർഫുൾ മെസ്സേജാണ് നിങ്ങൾ കേൾക്കുന്നത്. 47 എസേക്കിയേൽ 47 അധ്യായത്തിൽ ആലയത്തിൽ നിന്നൊരു നദി പുറപ്പെടുന്നു. 1000 മുഴ അളന്നു, നിര്യാണിയോളമായി. പിന്നെ 1000 മുഴ അളന്നപ്പോൾ എത്രയായി? അരയോളം മുട്ടോളമായി. പിന്നെ 1000 മുഴ അളന്നപ്പോൾ ഇറ്റ് ബിക്കേം വേസ്റ്റ് ഡീപ്പ്, അരയോളമായി. പിന്നെ 1000 മുഴ അളന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു നദിയായി തീർന്നു. അങ്ങനെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ ഇൻഫില്ലിങ്. അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ അങ്ങനെ ഒരു ഗ്ലോറി വരും, ഒരു നാദി വരും, ഒരു ഫയർ വരും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൊണ്ട് നിറയും. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിട്ട് നിങ്ങൾ അന്യഭാഷയെ സംസാരിച്ച് നിങ്ങൾ ആ നദിയിൽ നീന്തി കുളിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ 8ാമത്തെ വാക്യം കണ്ടു. ഈ നദി ഒഴുകുന്നിടത്തെല്ലാം എന്ത് സംഭവിക്കും? ഈ നദി ഒഴുകി ചേരുന്നത് എവിടെയാണ്? കടലിലാണ്. ഇറ്റ് വിൽ ഗോ ടു ദ സീ. അപ്പോൾ അവിടുത്തെ വെള്ളമെല്ലാം പത്യമാകും. അതായത് ദ വാട്ടർ ഗെറ്റ്സ് ഹീലിംഗ്. എല്ലായിടത്തും സൗഖ്യം ഉണ്ടാകും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം സൗഖ്യദായകനായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. സൗഖ്യം വരുത്തട്ടെ. കാലുകുത്തുന്നുണ്ട് എല്ലാം സൗഖ്യം വരട്ടെ. ദേശത്തിന് സൗഖ്യം, വീട്ടിന് സൗഖ്യം, ആൾക്കാർക്ക് സൗഖ്യം. എവിടെ ചെന്നാലും അവിടെയെല്ലാം സൗഖ്യം കൊടുക്കുന്നവരാകട്ടെ. ഇരുളിമ എല്ലാ ഇരുട്ടും മാറട്ടെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അതുപോലെ തന്നെ ഒരു അനുഗ്രഹമാകട്ടെ. യു ഷുഡ് ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. അതാണ് ഈ പരിശുദ്ധാത്മ നദിയുടെ ആ പ്രത്യേകത. ഇന്ന് 9ാം വാക്യത്തിൽ പറയുന്നു, ഈ നദി ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവൻ പ്രാപിക്കുന്നു. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചേരുന്നിട്ടെല്ലാം അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. എല്ലാവരും പറഞ്ഞ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം അവിടെ ലൈഫ് ഉണ്ടാകുന്നു, എല്ലാം ജീവിക്കുമെന്ന്. ഇപ്പോൾ ഉണങ്ങിയ അസ്ഥികളോട് ദൈവം എസേക്കിയേലിനോട് പറഞ്ഞു, നീ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. എസേക്കിയേൽ 37 അധ്യായത്തിലാണ്. നമ്മൾ ജീവിക്കുന്നതെല്ലാം ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിലാണ് അല്ലേ? ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാനാ പറഞ്ഞ്. ഓ ഡ്രൈ ബോൺസ് കം ടു ലൈഫ് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രവചിച്ചപ്പോൾ എന്താണ്? എല്ലാ അസ്ഥികളും ടക്ക വലിയ ഒച്ചയൊക്കെ ആയിട്ട് കരകര ശബ്ദം കേട്ടു. കടകട ശബ്ദം. എല്ലാ ബോൺ ടു ബോൺ ദ റേസ്ഡ് ആൻഡ് സ്റ്റുഡ് ആസ് എ മൈറ്റി ആർമി എന്നാണ് പറഞ്ഞ്. അപ്പോൾ അവരിലേക്ക് കാറ്റ് വീശിയപ്പോൾ ജീവൻ പ്രാപിച്ച വലിയൊരു സൈന്യമായി തീർന്നു. ഞാൻ വലിയ സൈന്യത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. കർത്താവിനോട് പറഞ്ഞു, വലിയ സൈന്യത്തെ, സ്ത്രീ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. യൂത്ത് യവനക്കാരുടെ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. കുഞ്ഞുകുട്ടികളുടെ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. എസ്തർ സൈന്യം, പ്രാർത്ഥിക്കുന്ന സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ നദിയുള്ളപ്പോൾ എങ്ങനെയാണ് സൈന്യത്തെ നമ്മൾ എഴുന്നേൽപ്പിക്കാൻ നമ്മൾ തുടങ്ങും? അതായത് ജീവൻ കൊടുക്കും. എവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ, എവിടെയൊക്കെ വരൾച്ചയുണ്ടോ അവിടെയെല്ലാം ജീവൻ കൊടുക്കാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. സോ യു ആർ എ ലൈഫ് ഗിവർ. യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വന്നു. ആ ലൈഫ് യു ഷുഡ് പാസ് ഇറ്റ് ഓൺ ടു അതേഴ്സ്. ആ ലൈഫ് ഗിവർ ആയിരിക്കണം നമ്മൾ. എവിടെയൊക്കെ തളർച്ചയുണ്ടോ, എവിടെയൊക്കെ വരൾച്ചയുണ്ടോ, എവിടെയൊക്കെ ജീവനില്ലയോ അവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഈ നമ്മൾ എന്നാണ് ആറ്റരത്ത് നട്ട വൃക്ഷം പോലെയാകുന്ന പറഞ്ഞ് 1-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ അവൻ എങ്ങനെയാണ് ദിവാരാത്രം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ്? അവൻ്റെ പാപികളുടെ വഴി നടക്കുകയില്ല, ഇരിപ്പിടത്തിൽ ഇരിക്കുകയില്ല, പാതയെ കൂടി നടക്കുകയില്ല. അവന് ദൈവത്തിൻ്റെ വചനം രാവും പകലും അവൻ മെഡിറ്റേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റെ ആറ്റരികത്ത് നട്ട ഒരു വൃക്ഷം പോലെയായിരിക്കും. എപ്പോഴും ഇല വാടാതെ തളിർത്തുകൊണ്ടിരിക്കും. വി ആർ ലൈക്ക് എവർ ഗ്രീൻ അല്ലേ? ഓളിവ് ട്രീ ആണ്. ദിൽ ബി ലൈഫ് ഇൻ അസ്. പച്ചപ്പുണ്ടാകും എപ്പോഴും. ഒരിക്കലും വാടുകയില്ല, ഒരിക്കലും ഉണങ്ങുകയില്ല. യഹോവയെ കാത്തിരിക്കുന്ന നമ്മളിപ്പം പ്രായമായാലും നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ വാടിപ്പോകുകയില്ല, ക്ഷീണിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം പറയുന്നു നമ്മളൊരു കഴുകനാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് പറയുന്നത്. ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശക്തി ദൈവം തരും. പുതിയ ശക്തി, പുതിയ ബലം, പുതിയ ആരോഗ്യം, പുതിയ സൗന്ദര്യം, പുതിയ ഉന്മേഷം അതെല്ലാം തരുന്നത് ഈ നദിയാണ്. ഈ ജല നദി നമ്മൾ കൂടി പ്രവഹിക്കുമ്പോഴാണ്.
അങ്ങനെ എല്ലാവരെയും മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ നിങ്ങൾ ഉതകുമാറാകട്ടെ. നിങ്ങൾ ജീവിക്കട്ടെ. അവൻ ചെയ്യുന്ന എല്ലാം സഫലമാകുന്ന പറഞ്ഞ് എന്ത് ചെയ്താലും സാധിക്കുന്നു. വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. വാട്ട് എവർ ഐ ഡു ഷുഡ് പ്രോസ്പർ. അവിടെ ഫെയിലിയർ ഇല്ല, അവിടെ എല്ലാം നഷ്ടങ്ങളില്ല, എല്ലാം ലാഭം മാത്രമേ ഉള്ളൂ. യേശുവിലുള്ളവർക്ക് വിജയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും തളർന്നു പോകുകയില്ല. അവരൊരിക്കലും ഡിഫീറ്റഡ് ആയിരിക്കില്ല, പരാജയമില്ല. അവർക്ക് എപ്പോഴും കടം കടം വാങ്ങയില്ല, കടം കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. വാലല്ല തലയാക്കാന്ന് പറഞ്ഞു. കർത്താവിലുള്ളവർ അങ്ങനെയാണ്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ഫോളോ ചെയ്യുന്നവർ. ഡ്യൂട്രോണമി 28 ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 15 അനുഗ്രഹങ്ങളുണ്ട്. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, ആത്മാവ് പ്രാപിച്ച് നടക്കുന്നവർ, ആത്മാവ് അഭിഷേകം പ്രാപിച്ച് നടക്കുന്നവർ, ജീവിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി 100% ടോട്ടലി ഈ ഡെഡിക്കേറ്റഡ് ലൈഫ് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിക്കണം. കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കണം. ആമേൻ. അപ്പോൾ ജീവൻ കൊടുക്കുന്നവരാകട്ടെ നിങ്ങൾ. അല്ലാതെ എന്നാ പറയുന്നത്, എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത്. ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും കുറേ ദുഃഖം അങ്ങോട്ട് കൊടുക്കരുത്. നിങ്ങളും പോയി കരയണ്ട. നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് നല്ലൊരു പ്രചോദനം കൊടുക്കണം. അവർക്ക് പ്രത്യാശ കൊടുക്കണം. ദൈവവചനത്തിൻ്റെ ശക്തി അവരിൽ പകരണം. അങ്ങനെ അവർക്ക് ഇന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ ബുക്ക് വായിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്നാ പവർഫുൾ ബുക്കാണ്. എൻ്റെ ജീവിതം മുഴുവൻ അതിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ഓരോ വാക്കും അത് അണ്ടർലൈൻ ചെയ്ത് ഞാൻ അത് ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു 10 പേരോട് പറയാൻ പറഞ്ഞു. അവരും അങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ആത്മാവ് എഴുതിപ്പിച്ച ബുക്കാണ്. ഓരോ വചനവും എത്രമാത്രം ഇതാണ്. ഈ മെസ്സേജൊക്കെ നമ്മൾ മീറ്റിങ്ങിലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത് മറന്നു പോകും. പക്ഷേ ബുക്കുണ്ടല്ലോ, ആത്മീയ ബുക്കുകൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്. ആത്മീയ പുസ്തകങ്ങൾ എന്നെ കൂടെ ദൈവം എഴുതിപ്പിച്ചതാണ്. ആ പുസ്തകം നിങ്ങളാരെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ വാങ്ങിച്ച് അത് അണ്ടർലൈൻ ചെയ്ത് വായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തണം. അത് എത്രയോ അനുഗ്രഹമാണ്. ആമേൻ. അങ്ങനെ ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ ആ ജീവൻ നിങ്ങളിലുള്ളപ്പോഴോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചത്ത് കിടന്നാൽ, നമ്മൾ ഉണങ്ങിക്കിടന്നാൽ, നമ്മൾ പറയുന്നത് അയ്യോ വാവയെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അല്ലേ? ആർക്കും ഒന്നും പകരാനും കൊടുക്കാനും പറ്റുകയില്ല. നമ്മളിലുള്ളതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. ജീവനുണ്ടെങ്കിൽ നമുക്ക് ജീവൻ കൊടുക്കാം. ഉന്മേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷം കൊടുക്കാം. നമുക്ക് വിജയമുണ്ടെങ്കിൽ വിജയം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ പറ്റും. അങ്ങനെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരും ബലപ്പെടണം, അതുപോലെ ജീവിക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.